നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 13-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഫേസ് ഒതൻറ്റിക്കേഷൻ പല കാര്യങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആധാർ വിവരങ്ങളും ഫോട്ടോയും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രധാനമായിട്ടും 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകളും അതുപോലെ തന്നെ 5 വയസ്സിന് മുൻപ് എടുത്ത കുട്ടികളുടെ ആധാറും നിർബന്ധമായിട്ട് പുതുക്കിയിരിക്കണം. നിലവിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ആധാർ ആപ്പ് വഴി ഫിസിക്കൽ കാർഡ് കയ്യിൽ കരുതുന്നതിന് പകരമായിട്ട് QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ കൈമാറാനായിട്ട് സാധിക്കും. നമ്മുടെ സുപ്രധാന രേഖയായിട്ടുള്ള ആധാർ നമ്പറിലൂടെ OTP, ബയോമെട്രിക്, അതോടൊപ്പം തന്നെ ഫേസ് വെരിഫിക്കേഷൻ എന്നിവ കൃത്യമായി നടക്കണമെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്കിങ് ഉറപ്പുവരുത്തണം. കൈവശമില്ലാത്ത പഴയ നമ്പറുകൾ മാറ്റി നിലവിലെ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. ആധാറിലെ ഫോട്ടോ പുതുക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. 10 വർഷം മുൻപുള്ള ഫോട്ടോ ഇപ്പോഴത്തെ മുഖവുമായിട്ട് സാമ്യമില്ലാത്ത പക്ഷം ഫേസ് ഒതൻറ്റിക്കേഷൻ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഫോട്ടോ പുതുക്കുമ്പോൾ മുഖത്ത് കൃത്യമായ വെളിച്ചമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മുഖം ഇരുണ്ടിരുന്നാൽ ആധാർ RD ആപ്പ് വഴിയുള്ള പരിശോധനകൾ തടസ്സപ്പെട്ടേക്കാം. അതുപോലെ തന്നെ വിരലടയാളവും കണ്ണിൻ്റെ പ്രിൻറ്റുമൊക്കെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് റേഷൻ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ എളുപ്പമാക്കാനായിട്ട് സഹായിക്കും. ഓരോ 10 വർഷം കൂടുമ്പോഴും ഇത്തരം ബയോമെട്രിക് വിവരങ്ങളൊക്കെ തന്നെ പുതുക്കുന്നത് ഉചിതമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പുകൾക്കും ആധാർ നിർബന്ധമാണ്. 5 വയസ്സിന് മുൻപ് ആധാർ എടുത്ത കുട്ടികൾ 5 വയസ്സ് കഴിഞ്ഞാലുടൻ ബയോമെട്രിക് വിവരങ്ങളൊക്കെ തന്നെ ചേർക്കേണ്ടതാണ്. 7 വയസ്സിനുള്ളിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തികച്ചും സൗജന്യമാണ്. അതുപോലെ 15 വയസ്സ് കഴിഞ്ഞവർ 17 വയസ്സിനുള്ളിൽ ആധാർ വിവരങ്ങളൊക്കെ തന്നെ പുതുക്കിയാൽ അധിക ഫീസ് നൽകേണ്ടി വരില്ല. എന്നാൽ 17 വയസ്സ് കഴിഞ്ഞാൽ സൗജന്യം ലഭിക്കില്ല എന്ന കാര്യം കൂടി ഓർക്കുക. പേര് 2 തവണയും ജനനത്തീയതി 1 തവണയും മാത്രമേ മാറ്റാനായിട്ട് സാധിക്കുന്നതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം വേണം തിരുത്തലുകളൊക്കെ തന്നെ നടത്താനായിട്ട്. 2026 ഏപ്രിൽ മാസത്തെ പുതിയ നിയമങ്ങൾ പാലിച്ച് ആധാർ രേഖകൾ സുരക്ഷിതമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് കേര പദ്ധതിയിലൂടെ റബ്ബർ പുനഃകൃഷിക്കായിട്ട്, അതായത് റീപ്ലാന്റിങ്ങിനായിട്ട് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ഇതിനായിട്ട് കേരയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. പുനർനടീലിനുള്ള സബ്സിഡി, മറ്റ് ആനുകൂല്യങ്ങൾ, കൃഷി രീതികൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ നിവാരണം ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പോർട്ടൽ വഴി മാത്രമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, UPI ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതോടെ ഫിഷിംഗ്, അതോടൊപ്പം തന്നെ വ്യാജ കസ്റ്റമർ കെയർ കോളുകൾ, അതുപോലെ തന്നെ മ്യൂൾ അക്കൗണ്ടുകൾ, AI ആൾമാറാട്ടം എന്നിങ്ങനെയുള്ള തട്ടിപ്പുകളും വ്യാപകമാവുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ തീരുമാനങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ UPI, നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെൻറ്റുകൾ എന്നിവയിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള RBIയുടെ പുതിയ നിർദ്ദേശപ്രകാരം ഇനി മുതൽ OTP മാത്രം ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താനായിട്ട് ആവില്ല. സുരക്ഷയുടെ ഭാഗമായിട്ട് OTPക്കൊപ്പം പിൻ നമ്പറോ ബയോമെട്രിക് സംവിധാനങ്ങളായിട്ടുള്ള ഫേസ് IDയോ വിരലടയാളമോ നിർബന്ധമാക്കിയേക്കും. കൂടാതെ ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകളിലൂടെ ഒരു ദിവസം ബാലൻസ് പരിശോധിക്കുന്നതിനും നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയേക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഈ പദ്ധതിയുടെ 2 ഗഡുക്കളാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത്. ഇനി 3ാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് വരാനുള്ളത്. 3ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇതിനായിട്ടുള്ള DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താക്കൾ ആദ്യം ചെയ്യേണ്ടത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുക എന്നത് തന്നെയാണ്. അപേക്ഷ അപ്രൂവ് ആയോ എന്നും നിലവിൽ എത്ര ഗഡുക്കൾ ലഭിച്ചുവെന്നും ഒക്കെ തന്നെ അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും.
ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അപേക്ഷ മടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് പരിഹരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിച്ചവർ അതാത് സർവീസ് സെൻ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രേഖകളിലെ വ്യക്തത കുറവോ മറ്റ് പിശകുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് അനുബന്ധ ഡോക്യുമെൻറ്റുകൾ സഹിതം അപേക്ഷ റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 1 ലക്ഷത്തിനടുത്ത് അപേക്ഷകൾ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ ഗൗരവകരമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആനുകൂല്യം തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപേക്ഷ പൂർണ്ണമായും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇനി ഇത്തരത്തിൽ മറ്റേതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കൊണ്ടാണോ നമ്മുടെ അപേക്ഷ നിരസിക്കപ്പെട്ടതെന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുടെ കാരണം കൃത്യമായി ബോധിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. പ്രതിമാസം 1000 രൂപ വീതം സഹായം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 18 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളുണ്ട്. ഇവർക്കെല്ലാം ഈ ആഴ്ചയോടെ തന്നെ തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വിതരണ തീയതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ കൃത്യമായിട്ട് വരും ദിവസങ്ങൾ തന്നെ അറിയിക്കുന്നതാണ്. അതിനാൽ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഫയൽ നമ്പറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഉടൻ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാവരും പരിശോധിച്ച് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ മാറ്റങ്ങൾ 2026 മെയ് മാസം മുതൽ നിലവിൽ വരികയാണ്. മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ മെയ് മാസത്തെ പെൻഷൻ തുകയിൽ വർധനവ് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UDF, LDF, NDA ഉൾപ്പെടെ എല്ലാ മുന്നണികളും തങ്ങളുടെ പ്രകടന പത്രികയിൽ ഈ പെൻഷൻ തുക അത് 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ 63 ലക്ഷത്തോളം ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് 60 വയസ്സ് പൂർത്തിയായവർ, അതോടൊപ്പം തന്നെ വിധവകൾ, ഭിന്നശേഷി നേരിടുന്ന ആളുകൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ എന്നിവർക്കൊക്കെ തന്നെ പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ തന്നെ അതുപോലെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഒക്കെ തന്നെ ഓൺലൈനായിട്ട് വേണം ഇതിലേക്ക് അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കാനായിട്ട്. ഇതിനായി ഗുണഭോക്താവിൻ്റെ ഫോട്ടോ, അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെയൊക്കെ തന്നെ പകർപ്പുകൾ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആവശ്യമായ പക്ഷം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതോടൊപ്പം തന്നെ സത്യപ്രസ്താവന, ഈ രേഖകൾ കൃത്യമായിട്ട് കരുതേണ്ടതാണ്. പെൻഷൻ തുക നേരിട്ട് കൈകളിൽ ലഭിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്ന കാര്യം ഓർക്കണം. അതോടൊപ്പം തന്നെ ആവശ്യമായ രേഖകൾ സഹിതം അർഹരായവർ എത്രയും വേഗം തന്നെ കൃത്യമായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനം വിഷു ആഘോഷങ്ങളിലേക്ക് കടക്കവേ വിഷു കണിയും കൈനീട്ടവുമായിട്ട് സപ്ലൈകോ വിഷു ചന്തകളൊക്കെ തന്നെ ഇപ്പോൾ സജീവമാവുകയാണ്. മാവേലി സ്റ്റോറുകൾ ഒഴികെ സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളിലും വിഷുവിൻ്റെ തലേ ദിവസം വരെയാണ് ഈ ചന്തകളൊക്കെ തന്നെ പ്രവർത്തിക്കുക. ഇത്തവണ 16 അവശ്യ സാധനങ്ങളടങ്ങിയ പ്രത്യേക വിഷുക്കണി കിറ്റും 101 രൂപയുടെ വിഷു കൈനീട്ടവും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോർ, അതോടൊപ്പം തന്നെ പെട്രോൾ ബങ്ക്, LPG ഔട്ട്ലെറ്റ് എന്നിവ ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് ഈ 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് 101 രൂപയുടെ കൈനീട്ടം, വിഷു കൈനീട്ടം കൂപ്പൺ ലഭിക്കുന്നത്. ഈ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഏപ്രിൽ 16 മുതൽ മെയ് 30 വരെ നടത്തുന്ന 1000 രൂപയ്ക്ക് മുകളിലുള്ള അടുത്ത പർച്ചേസുകൾക്ക് 101 രൂപയുടെ കിഴിവ് നേടാൻ സാധിക്കും. കൂടാതെ 1250 രൂപ വില വരുന്ന 16 സാധനങ്ങളടങ്ങിയ വിഷു കണിക്കിറ്റ് അത് വെറും 1001 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. പഞ്ചസാര, ചെറുപയർ, ശർക്കരപ്പൊടി, വൻപയർ, കടല, ശബരി പായസം മിക്സ്, മിൽമ നെയ്യ്, വെളിച്ചെണ്ണ, ചായപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പം പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയാണ് ഈ കിറ്റിലുള്ളത്. ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ തന്നെ പ്രത്യേക വിലക്കുറവ് നൽകുന്നതിനൊപ്പം തന്നെ പൊതുവിപണിയേക്കാൾ 40% വരെ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകും എന്നതാണ് ഈ ചന്തകളുടെ പ്രത്യേകത. അരി, പഞ്ചസാര, പരിപ്പ് വർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ മുളക്, മല്ലി തുടങ്ങിയ സർക്കാർ സബ്സിഡിയിലുള്ള 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ വിഷുചന്തകളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഞായറാഴ്ച ഏപ്രിൽ 12-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,010 രൂപയും പവന് 1,12,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.